ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. ചിക്കനെല്ലാം കഴുകി ഫ്രഷാക്കി നമ്മൾ ലേശം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് പിന്നെ 1 സ്പൂണ് മുളക് പൊടിയാണ്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് നമ്മൾ കഴിവതും എരി വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് അതിൽപ്പെട്ടിടാവേ. ഇവിടെ അധികം വലിയ എരി വേണ്ടാത്തതുകൊണ്ട് പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. നമുക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ഇടണേ. ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നതിൽ നല്ലത് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുന്നതാണ്. എനിക്കങ്ങനെയാണ് ഇഷ്ടം. ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കാറില്ല. നമ്മൾ കൈ കൊണ്ടാണ് നല്ലതുപോലെ ആ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പക്ഷേ ഒരു വട്ടം കാര്യം മറന്നുപോയി കേട്ടോ, മസാല ഇടാൻ മറന്നുപോയി. ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഞവടി അതിനകത്ത് ചേർക്കണം. നല്ലതുപോലെ ഒരു 5 മിനിറ്റ്, 2-3 മിനിറ്റ് കൂടുതലും ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് കുക്കറെടുത്ത് കുക്കറിനകത്തിൽ നമ്മൾ ഈ മസാലകളെല്ലാം അതിനകത്തിലോട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത്. ആ മസാലയെല്ലാം പുരട്ടുള്ള മസാല മൊത്തം നമ്മൾ അതിനകത്തൊന്ന് വടിച്ച് അതിനകത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ കുക്കറിനകത്ത് വെച്ച് അടച്ചൊരു 4 വിസിൽ അതവിടെ കിടന്നടിക്കട്ടെ. ഇപ്പോഴത്തെ നമുക്ക് മസാല ഇത് ചേരുവയ്ക്കുള്ള മസാല എടുക്കാം. തേങ്ങയും കൊച്ചുള്ളിയും വലിയ ജീരകവും കൂടാണ് ചെറിയ തീയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ചെറിയ തീ വേണം വറുത്തെടുക്കാൻ. വലിയ തീയിലായി പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ചെറിയൊരു മൂപ്പാവുന്ന വരെ നമുക്ക് ഇതാക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഒരുപാട് അങ്ങ് കറുത്തു പോവുകയും ചെയ്യരുത്, എന്നിട്ട് മൂക്കാതിരിക്കാൻ. ഇതൊരു ഇളപ്രായം. അതിന് ശേഷമാണ് ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടി. നമ്മൾ മുമ്പ് മറ്റേ ചിക്കന് 1 സ്പൂൺ ചേർത്തുകൊണ്ടാണ് 1/2 സ്പൂണ്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഇത് അതോട് ചേർത്ത് നമുക്ക് ചെറിയ ചൂടിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അത് അരയ്ക്കാം. അടുത്തത് നമുക്കിത് സവാള, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളിക്ക, ഇപ്പോൾ 3 കൂടെ നമുക്ക് താളിക്കാം. ഇത് ഞങ്ങളുടെ കറിവേപ്പ് തോട്ടമാണ്. ഞങ്ങൾക്ക് ഇത് നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ കറിവേപ്പാണ്. ഏതിൽ നിന്ന് വേണമെങ്കിലും ഒഴിക്കാം. ഇത് മുകളിലോട്ട് വളർന്നു പോയിരിക്കുന്നു. താഴെ നിൽപ്പുണ്ട് കറിവേപ്പില കേട്ടോ. അതെല്ലാം നിൽക്കുന്നത് കറിവേപ്പാണ്. നല്ല ഫ്രഷ് കറിവേപ്പില. നമുക്ക് ചട്ടി വെക്കാം. ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നമ്മൾ സവാള ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ചെറിയ രീതിയിൽ അരിഞ്ഞിരിക്കുന്ന സവാള നമുക്ക് അങ്ങോട്ടിടാം. സവാള അങ്ങോട്ടിട്ട് അത് ചെറിയ രീതി ഒന്ന് നിറം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടാം. നല്ലതുപോലെ ഒന്ന് വാടി വേണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് വാടുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇടാം. രണ്ടും കൂടെ ഒന്നിച്ചിടുന്നതിൽ നല്ലത് രണ്ടായിട്ടുണ്ട്. കാരണം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ട് വരുമ്പോൾ നമുക്കിനി കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതല്ല കേട്ടോ, 2ആയിട്ട് കഷ്ണിച്ചിട്ടതാണ്. ഒരു ഉള്ളി 2ആയിട്ട് മുറിച്ച് ഇട്ടത്. ഒരുപാട് അങ്ങ് പൊടിയായിട്ട് അരിയുന്നതിൽ നല്ലത് 2ആയിട്ട് കഷ്ണിച്ചിടുന്നു. അത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലതുപോലെ വഴണ്ട് നല്ല വൃത്തിയായിട്ട് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് തക്കാളിക്കായും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തുള്ളൂ. കാരണം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തുള്ളൂ. കാരണം ഇവിടെ എരിവ് എല്ലാവർക്കും വേണ്ട. പിന്നെ ഒരു തക്കാളിക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി നല്ലതുപോലെ വഴണ്ട് നല്ല വൃത്തിയായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ല വൃത്തിയായിട്ട് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വാടട്ടെ. വാടിയതിന് ശേഷം നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. നമ്മളൊട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. നമുക്ക് ആ വെള്ളവും ചിക്കനും കൂടെ അങ്ങോട്ട് ആ ഉള്ളി വഴട്ടിയതിനകത്തിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്നിളക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു തള വരുമ്പം നമ്മൾ ചട്ടി വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള പാത്രങ്ങളിൽ വെക്കുന്നതിൽ നല്ലത് ചട്ടി വെക്കുമ്പം ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ്. അടുപ്പിലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. നമുക്ക് പിന്നെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസ് വെച്ച് ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുക്കുമ്പോൾ ഈ മസാലയും ഈ അരപ്പും കൂടെ ഒന്നിച്ച് കിടന്ന് നമുക്ക് 2-3 തളയോളം തിളച്ച് മസാലയെല്ലാം നല്ല വൃത്തിയായിട്ട് അരപ്പോടുകൂടി തിളച്ച് പറ്റണം. നമുക്ക് ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് പുരട്ടിനകത്തിലെല്ലാം ഉപ്പിട്ട് കൊടുത്തോളൂ. പിന്നെ ഉപ്പിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വറക്കാൻ എടുത്തായിരുന്നേ, അതിന് നമ്മൾ ചട്ടി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ പയ്യെ തിളക്കട്ടെ. ഇവിടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചിക്കൻ പെറുക്കി ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്ന് വേവട്ടെ. കൊച്ചു തീയിലാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തത് 2 കഷ്ണം എടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം ഒരു പപ്പടം എടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി വറുത്തരച്ചത് നമുക്ക് ഒഴിക്കാം. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി പറയാം. പിന്നെ ആഷിക്ക് കഴിക്കുകയാണ്. ആഷിക്ക് കഴിച്ച് അഭിപ്രായമാണ് നമ്മളിനി കേൾക്കാനുള്ളത്. ആഷിക്ക് കഴിക്കുകയാണ്. ആഷിക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണാം.